പുള്ളിക്കാൻ അറിയാം ഒരാളുടെ മനസ്സും വയറും എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുള്ളത് അല്ലേ. സോ അപ്പൊ ഞങ്ങളെ കല്യാണമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എൻഗേജ്മെന്റിന് അന്ന് പൊടിയുടെ അച്ഛന്റെ ഭാഗത്തുനിന്ന് അൻവറൊക്കെ ആയിരുന്നു. എന്റെ അത് ഞാൻ പിന്നെ പറയാം. സോ എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ അബിൻ ദാശൻ. സോ ഇത് നമ്മുടെ സ്വന്തം ആരതിപ്പൊടി ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം അൻവറക്ക. അൻവറക്ക എന്ന് പറയുന്നത് റോയൽ കാറ്ററിംഗിന്റെ മെയിൻ മുതലാളി. ഓക്കെ, സോ എന്താ പറയാ, ഇപ്പൊ നമ്മൾ കൊച്ചിയിലാണ് ഉള്ളത്. എനിക്കൊന്ന് ഇതേപോലെ 2 വർഷം മുന്നേ നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 2 വർഷമായി. ഇപ്പൊ 2 വർഷം മുന്നേ ഇതേപോലെ 2023 അല്ലെ, 23 ഫെബ്രുവരി 16 അൻവറക്കന്റെ വൺമാൻ ഷോ നടന്നത്. അതേപോലെ ഇനിയിപ്പോ തിരിച്ച് വീണ്ടും 2025 വീണ്ടും നടക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ അന്ന് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞാൽ ഈ സദ്യയൊക്കെ അധികം കഴിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. എനിക്ക് നോൺ വെജ് ഒക്കെ വേണമെന്ന ഒരാളായിരുന്നു. പക്ഷെ അന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ എൻഗേജ്മെന്റിനുള്ള ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കാരണം അന്നത് ഞാൻ ക്ഷീണിച്ചാണ് ഇരുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഇനി ഇത് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചാണ്, ഞാൻ ഓപ്പണന്റ് പറയണമല്ലോ, സദ്യ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കഴിച്ചത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ട് ഞാൻ ഫുഡ് കഴിച്ചോട്ടോ. അന്ന് ഞാൻ ഇക്കയുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു, നമ്മുടെ കല്യാണത്തിന്റെ കംപ്ലീറ്റ് കോൺട്രാക്റ്റും നിങ്ങളിലേക്കായിരിക്കും തരുന്നതെന്നാ പറഞ്ഞത്. അതേപോലെ പൊടി പറഞ്ഞു, ശരി പൊടി പറഞ്ഞു, ഞാനും പറഞ്ഞു. അപ്പൊ അതേപോലെ നമ്മുടെ വാക്ക് പാലിച്ചിരിക്കുകയാണ്. നമുക്ക് 9 ഫംഗ്ഷൻസ് ആണ് ഉള്ളത്. ഇതിലെ 8 ഫംഗ്ഷൻസിനാണ് നമുക്ക് ഫുഡ് എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് അല്ലെ. രംഗതി ബസന്തി, സംഗീത്, പിന്നെ ബാച്ചിലർ പാർട്ടി, ചാന്ദിനി, കല്യാണത്തിന്റെ തലേദിവസം കല്യാണം, റിസപ്ഷൻ അറ്റ് കൊച്ചി, റിസപ്ഷൻ അറ്റ് ട്രിവാൻഡ്രം. ഇത്ര കംപ്ലീറ്റ് പാക്കേജും ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കോർഡിനേഷനും അവരുടെ ഫുഡിന്റെയും ആ ഒരു ക്വാളിറ്റിയും, അത് മാത്രമല്ല നമുക്ക് പിന്നെ ഒന്നും നോക്കണ്ട. ഞാൻ ഇക്കയുടെ അടുത്ത് പറഞ്ഞ, ഇക്ക ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് വേണം, എല്ലാവർക്കും ഫുഡ് തികയണം, പിന്നെ എന്താ പറയാ കഴിക്കുന്ന ആൾക്കാരെല്ലാം സാറ്റിസ്ഫൈഡ് ആകുന്നു. ഇത്ര കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു. കാരണം പുള്ളിക്കാൻ അറിയാം ഒരാളുടെ മനസ്സും വയറും എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുള്ളത് അല്ലേ. സോ അപ്പൊ ഞങ്ങളെ കല്യാണമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എൻഗേജ്മെന്റിന് അന്ന് പൊടിയുടെ അച്ഛന്റെ ഭാഗത്തുനിന്ന് അൻവറൊക്കെ ആയിരുന്നു. എന്റെ അത് ഞാൻ പിന്നെ പറയാം. അപ്പൊ പൊടി കൊടുത്തോ. എന്താ പറയാ, ഭയങ്കര എങ്ങനെ ഒരാളിനെ കംഫർട്ട് ആക്കണം, അല്ലെങ്കിൽ എങ്ങനെ അവരെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ തിരിച്ച് എങ്ങനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യണം എന്നുള്ളൊരു എന്തോ ഒരു മാജിക് നിങ്ങളുടെ കയ്യിലുണ്ട്. മനസ്സിലായില്ല? അതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പബ്ലിക്കില്ല, അതുകൊണ്ടാണ് വന്ന് കല്യാണത്തിന് മുന്നേ അനൗൺസ് ചെയ്തത്. ഞങ്ങൾ ഫുള്ള് കൊടുത്തിരിക്കുന്ന അൻവേഴ്സ് റോയൽ കാറ്ററിംഗിലാണ്. ഓക്കെ, അൻവേഴ്സ് റോയൽ കാറ്ററിംഗിലാണ്. അപ്പം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, എല്ലാവരും നല്ലത് തന്നെയാണ്. ഞങ്ങൾക്ക് കംഫർട്ട് നിങ്ങളാണ്. ഇനി മേ ബി ഇനി ഫ്യൂച്ചറിലാണെങ്കിൽ നമുക്ക് അറിയാവുന്നവർക്കാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യും. സോ അപ്പം പൊളിക്കാം. ഞാൻ ഇക്കനെ പരിചയപ്പെടുന്നത് മറ്റേ ഫെബ്രുവരി 16 എന്റെ എൻഗേജ്മെന്റിന്റെ അന്ന് സദ്യ. അപ്പൊ എനിക്ക് ആ സമയത്ത് പേഴ്സണലി അറിയണ്ടായിരുന്നില്ല. പക്ഷെ സദ്യയുടെ ഔട്ട് പുറത്ത് വന്നപ്പോ എല്ലാവർക്കും ഭയങ്കര ഫീഡ്ബാക്ക് ആയിരുന്നു. കുറെ എന്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേര് ലൈവായിട്ട് റിവ്യൂ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ഫുൾ ഇക്കയുടെ ഫുഡും ഇക്കയുടെ ഫോട്ടോസും തന്നെയായിരുന്നു ആ ഒരു സമയത്ത് മൊത്തം ഉണ്ടായിരുന്നത്. യൂട്യൂബ് തുറന്ന ഫുൾ നമ്മളെക്കാൾ കൂടുതൽ ഇക്കയായിരുന്നു എനിക്ക് സംശയം. ശേഷം നമുക്ക് അത്രയും ട്രസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഇനിയിപ്പോ ഇൻ കേസ് നമ്മൾ കൊടുത്ത ആളുകളുടെ എണ്ണത്തിൽ കൂടിയാൽ പോലും അത് ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ ഇക്കയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി എന്നുള്ളത് നമുക്ക് എൻഗേജ്മെന്റിൽ തന്നെ മനസ്സിലായത്. അപ്പൊ ഇപ്പൊ നമ്മുടെ കേസിൽ നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം പറയാനും പറ്റില്ല. അപ്പൊ ആ ഒരു അങ്ങനത്തെ ഒരു ടഫ് സിറ്റുവേഷൻസ് വരുമ്പോ ഇക്കത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ വെഡിങ്ങിന്റെ ഇക്കനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നോക്കിയേ വേണ്ട. ഏറ്റവും വലിയ കാര്യം, ഫംഗ്ഷൻ 2 ആഴ്ച കഴിഞ്ഞിട്ടാ. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്ത് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞു. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസ് ലെവലാണ്. നമുക്കൊന്നും നോക്കണ്ട, കണ്ണടച്ച് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് വന്നത്. ഇനി വരാൻ പോണത് നല്ലതാണെന്ന് നമുക്കറിയാം. സോ ഇത് കാണുന്ന എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഏതെങ്കിലും ഫംഗ്ഷൻസ്, എന്ത് ഫംഗ്ഷൻസ് ആണെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇക്ക എന്തായാലും മനസ്സും ഹൃദയവും എല്ലാം എന്ത് ചെയ്യും, പറിച്ചു കൊടുക്കും അല്ലെ.